ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ സോയ വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാണ്ട്, മസാലകളൊന്നും അധികം ചേർക്കാണ്ട് ചോറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്രേവിയാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. സോയ നമുക്ക് വേവിച്ചെടുക്കാം. അളവെന്ന് പറയുന്നതൊന്നും ഗ്രേവിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് എടുത്തോളൂ. ഇതിപ്പോൾ ഇത്തിരി കൂടിയാലും കുറഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സോയ ചേർക്കുന്നുണ്ട്. 1 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. 1 മിനിറ്റ് തിളച്ചു വിട്ടാൽ ഇനി ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റി പിഴിഞ്ഞെടുത്തിട്ട് വരാം. സോയ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് മസാല പരത്തി വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയൊന്നും ഇല്ല കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതിന് പകരം ഗരം മസാല വേണമെങ്കിലും ഉപയോഗിക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഓയിൽ. ഇതെല്ലാം മിക്സ് ചെയ്യാം. വേവിച്ച് വെച്ച സോയ ചേർക്കുന്നുണ്ട്. ഇതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് 2-3 സാധനം കൂടി റെഡിയാക്കി എടുക്കാണ്ട്. 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 75% വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേവുമ്പോഴേക്കും നമുക്ക് 2 സാധനം വറുത്തെടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതിലേക്ക് 8 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഉള്ളി നല്ലോണം സോഫ്റ്റ് ആയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കും. ഉള്ളി നമുക്ക് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ 10 കാഷ്യൂ ചേർക്കുന്നുണ്ട്. കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരും. ഉള്ളി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. ഉരുളക്കിഴങ്ങ് 1/4 ഭാഗം വെന്ത് കിട്ടി. വേറെ പാൻ അടുപ്പത്ത് വയ്ക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ഗ്രാമ്പ്, 1/4 ഭാഗം പട്ട, 1 ഏലക്ക. ഇതൊന്ന് ഫ്രൈ ആവട്ടെ. മസാലയൊക്കെ ഫ്രൈ ആവുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കണ ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ബേ ലീവ് ഇട്ടില്ല കേട്ടോ, അതും കൂടി ഇടണ്ടേ. 1 സവാള എടുത്ത് ഈ സൈസിലാണ് കേട്ടോ റെഡിയാക്കി വെച്ചേക്കണേ. ഇതിങ്ങനെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് സൈസ് വേണോ അതിൽ റെഡിയാക്കി എടുക്കാം. സവാള ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ഒന്ന് സോഫ്റ്റ് ആയി കിട്ടട്ടെ. സവാള ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന സോയ ചേർക്കാം. പാത്രത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് കഴുകി വയ്ക്കാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് 1 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നോട്ടെ. അപ്പോൾ സോയയും കുക്കായി ഉണ്ടാവും. നമ്മൾ അരച്ച പേസ്റ്റ് ചേർക്കാം. ജാറ് കഴുകി കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രേവി എന്തോരം വേണോ അതനുസരിച്ച് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുത്തോളൂ. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അടച്ച് വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉള്ളി ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചാൽ മതിയിട്ട് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1 മിനിറ്റിൽ താഴെ ഒന്ന് തിളപ്പിച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രേവിയാണ്. മസാലകളൊന്നും അധികം വേണ്ട. ചോറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒരുപോലെ ഉപയോഗിക്കാനും പറ്റും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.